കറുകറുത്ത ബിലാലോരെ പരുപരുത്ത മരുഭൂവിൽ ആരംഭ റസൂല് കണ്ട് ഹൃദയം പൊട്ടി. ഈ പാട്ട് പാടാൻ ഒരു കാരണമുണ്ട്. 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ നമ്മളൊക്കെ അറിഞ്ഞ വാർത്തയാണ്. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കറുത്തതിൻ്റെ പേരിൽ ഭർത്താവും അവരുടെ വീട്ടുകാരും ചേർന്ന് ക്രൂരമായി മാനസികമായി പീഡിപ്പിച്ച് കൊലക്ക് കൊടുത്ത വാർത്ത. എങ്ങനെയാണ് ഇത്രയും നികൃഷ്ടമായ ചിന്താഗതിയുമായി ഇപ്പോഴും മനുഷ്യർക്ക് ജീവിക്കാൻ സാധ്യമാവുന്നത്? ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചരിത്രമാണ് ഓർമ്മ വന്നത്. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നു. എന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ, എന്നെ അബൂദർ കറുമ്പിയുടെ മകനെന്ന് വിളിച്ചു നബിയെ. എനിക്ക് വല്ലാത്ത വിഷമമായി നബിയെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടൻ തന്നെ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബൂദർ, സമ്പത്ത് കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ തറവാട് മഹിമ കൊണ്ടോ അല്ല മനുഷ്യരെ അളക്കേണ്ടത്, മനുഷ്യരെ കീഴടക്കേണ്ടത് സംസ്കാരം കൊണ്ട് കീഴടക്കണം. മറ്റുള്ളവരോട് നല്ല നിലയിൽ പെരുമാറണം. ആരാണ് നിങ്ങൾക്ക് ബിലാലിനെ കറുത്തവനെന്ന് വിളിക്കാൻ അവകാശം നൽകിയത്? നിങ്ങൾ ബിലാലിനെ മാത്രമല്ല, അവരുടെ ഉമ്മയെ കൂടി നിങ്ങൾ കറുമ്പി എന്ന് വിളിക്കുന്നതിലൂടെ ആക്ഷേപിച്ചു അബൂദർ. അതുകൊണ്ട് നിങ്ങൾ ബിലാലിനോട് മാപ്പ് ചോദിക്കണം അബൂദർ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അബൂദർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ബിലാൽ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് മാപ്പാക്കണം ബിലാൽ. എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് 1000 തവണ വേണമെങ്കിലും ചവിട്ടാം, ഞാൻ എൻ്റെ മുഖം കാണിച്ചു തരാം ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂദർ, എൻ്റെ ഉമ്മയെ ചേർത്ത് വിളിച്ചപ്പോൾ എനിക്കൊരു വിഷമമുണ്ടായി. അതിനപ്പുറത്തേക്ക് എനിക്കൊരു പ്രശ്നവുമില്ല. ഞാനെല്ലാം നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ നിന്നും അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ സംസ്കാരം. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. നിങ്ങളെ സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. കുല്ലുക്കും മിൻ ആദം. നിങ്ങളെല്ലാവരും ആദമിൻ്റെ സന്തതികളാണ്. അറബിക്ക് അനറബിയേക്കാളോ സമ്പത്തുള്ളവന് സമ്പത്തില്ലാത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. നിങ്ങളുടെ മനസ്സിനാണ് സ്ഥാനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കറുത്ത ഹൃദയവുമായി വെളുത്ത മുഖവും വെളുത്ത വസ്ത്രവും ഇട്ട് നടന്നതുകൊണ്ട് എന്ത് കാര്യമാണ് നമുക്കൊക്കെ ഉള്ളത്? നമ്മൾ ഇസ്ലാമിൻ്റെ ചര്യകൾ പഠിക്കണം. ഇസ്ലാമിൻ്റെ പാഠങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ വാർത്തകളെ തൊട്ട് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.